രാജേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രാജേഷ്, അങ്ങയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഘട്ടത്തിൽ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ അങ്ങയുണ്ട്. കാരണം 2018 കേരളത്തിലെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും മറക്കാൻ കഴിയുന്ന ഒരു മണ്ഡലകാലമായിരുന്നില്ല. കാരണം അങ്ങയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ ഈ ഘട്ടത്തിലും കാണിക്കുന്നുണ്ട്. സന്നിധാനത്ത് നാമം ജപിച്ചെത്തുമ്പോൾ ഇരുമുടിക്കെട്ടുമായി എത്തുന്ന അങ്ങയെയൊക്കെ പോലീസ് വലിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്. അതിനെ തടയാൻ ഭക്തർ ശ്രമിക്കുന്നുണ്ട്. ആ തടയാൻ ശ്രമിക്കുന്നവരെ പോലും പിടിച്ചു തള്ളിക്കൊണ്ട് പോകുന്നു. പിന്നീട് കേസുകൾ എടുക്കുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ ഇത്തരത്തിൽ പമ്പയിൽ ഒരു സമ്മേളനം നടത്താൻ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തുന്ന ഘട്ടത്തിൽ താങ്കൾ ഉൾപ്പെടെ കേസെടുക്കപ്പെട്ട, അല്ലെങ്കിൽ അന്ന് വലിയ പോലീസ് ക്രൂരതയ്ക്ക് ഇരയാക്കപ്പെട്ട ആളുകൾക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? നമസ്കാരം. ഇതില് ഒരു തമാശയാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. അന്ന് ശബരിമലയിൽ ഞങ്ങളാരും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ മറ്റോ പോയതല്ല. ശരണം വിളിക്കുക, ശബരിമലയിൽ കെട്ടുറച്ച് പോയ ആളുകളാണ്. ഞങ്ങൾ അവിടെ ചെന്ന് ശരണം വിളിച്ച സമയത്ത് ഞങ്ങളെ അറസ്റ്റ് ചെയ്യും, ശരണം വിളിക്കാൻ പാടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുകയും ശരണം വിളിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് നേരെ ജയിലിൽ കൊണ്ടിട്ടു. നിരവധി കേസുകൾ, ഞാൻ സ്ഥലത്തുള്ളതും ഇല്ലാത്തതുമായുള്ള നിരവധി കേസുകൾ എന്റെ പേരിൽ ചാർജ് ചെയ്തു. പക്ഷെ ഇന്ന് അതേ ആളുകൾ തന്നെ ഇന്ന് പമ്പയിൽ ശരണം വിളിയോട് കൂടിയിട്ട് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അത് അയ്യപ്പന്റെ ഒരു കളിയായിട്ടാണ് തോന്നുന്നത്. കാരണം അന്ന് ശരണം വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇന്ന് പമ്പയിൽ അയ്യപ്പ ഭക്തന്മാരെ കൂട്ടിക്കൊണ്ട് അയ്യപ്പ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന് പമ്പയിൽ വീണ്ടും അയ്യപ്പ സംഗമം നടത്തുന്നു. അയ്യപ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഈ പരിപാടി നടത്തുന്നു. അയ്യപ്പന്റെ ഒരു കളിയായിട്ട് തന്നെ കരുതിയാണ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എല്ലാ കേസുകളും ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസെല്ലാം പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ പേരിൽ നിരവധി കേസുകൾ എടുത്തിരുന്നതിലും ഹൈക്കോടതിയിൽ പോയി ഞാൻ എന്നെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് ക്വാഷ് ചെയ്തു. ബാക്കി ശബരിമലയിൽ ഇപ്പോൾ നിലവിൽ ഒരു കേസ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്, അത് തീർന്നിട്ടില്ല. അതുകൂടാതെ നിരവധി പല കേസുകളും ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത പല കേസുകൾ ഇപ്പോഴും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. പല കേസുകളും ഫൈനടച്ച് തീർക്കാൻ പറ്റുന്നതെല്ലാം തീർക്കും, അങ്ങനെ നിൽക്കും. രാജേഷ്, എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസുകൾ എടുത്തത്? കാരണം അമ്മമാർക്കെതിരെ വരെ കേസുകൾ എടുത്തിരിക്കുന്നു. താങ്കൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, അതായത് എല്ലാവരും അയ്യപ്പനെ കാണുന്നതിനായി ഇരുമുടിക്കെട്ടുമായി അവിടേക്ക് എത്തിയതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ CAA സമരവുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. അത് ഒരു ഭാഗത്ത് വലിയ അക്രമം നടത്തുന്ന ഒന്നായിരുന്നു. ഇത് ഭക്തരാണ്. പക്ഷേ ചുമത്തിയ വകുപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ഗുരുതരമായ വകുപ്പുകളാണല്ലോ ഈ ഭക്തർക്കെതിരെ എടുത്തിട്ടുള്ളത്, താങ്കൾക്കുൾപ്പെടെ എതിരെ എടുത്തിരിക്കുന്നത്. എന്റെ പേരിൽ ശബരിമലയിൽ 308 വകുപ്പിട്ടിട്ടാണ് ഒരു കേസ്. ആ കേസ് ഇതുവരെ നിലവിൽ തീർന്നിട്ടില്ല. ചിത്രാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടെടുത്ത കേസിൽ അതിൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും പെടുത്തിയിട്ടുള്ള കേസാണ്. ആ കേസ് എടുത്ത സമയത്ത് തന്നെ കേസിൽ പെടുത്തിയിരുന്നില്ല. പക്ഷെ 18-ാം തീയതി എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം 19-ാം തീയതിയാണ് എന്റെ പേരിൽ ചിത്രാട്ടത്തിന്റെ പേരിൽ 308 എന്നുള്ളൊരു വകുപ്പിട്ടുകൊണ്ട് കേസെടുത്തത്. അതുകൂടാതെ നിരവധി കേസുകൾ പെരുമ്പാവൂരും മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള നാമജപയാത്രയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ എടുത്തിരിക്കുന്നു. ഹൈക്കോടതിയിൽ കേസ് ചെന്ന സമയത്ത് ഹൈക്കോടതി യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതെ കേസ് ക്വാഷ് ചെയ്തു. ഈ കേസും വകുപ്പുകളും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് ക്വാഷ് ചെയ്ത് കളയാണ് ചെയ്തത്. ഒരു കേസ് പെൻഡിങ്ങിലാണ് ഹൈക്കോടതിയിൽ. പിന്നെ പെരുമ്പാറുള്ള ഒരു കേസ് ഇതുപോലെ തന്നെ കോടതിയുടെ തീർപ്പിന് വേണ്ടിയിട്ട് നിൽക്കുന്നു. അതും ഇതുപോലെ വലിയ വകുപ്പിട്ടുള്ള, അതിന്റെ വകുപ്പുകൾ എനിക്ക് കൃത്യം ഓർമ്മയില്ല. ആ വകുപ്പും ഇതുപോലെ പ്രധാനപ്പെട്ട വകുപ്പുകളിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് നിലനിൽക്കുന്നത്. ശ്രീ രാജേഷ്, ഒപ്പം ഒരു ചോദ്യം കൂടി. 22-ാം തീയതി വലിയൊരു ഭക്തസംഗമം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് പന്തളത്ത് നടക്കുകയാണല്ലോ. ഇപ്പോൾ 20-ാം തീയതി നിരീശ്വരവാദികളുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം പമ്പ മണപ്പുറത്ത് നടക്കുന്നു. അയ്യപ്പ ഭക്തരുടെ സമ്മേളനം 22-ാം തീയതി നടക്കുന്നു. അപ്പോൾ അങ്ങയുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമല്ലോ. പമ്പയിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിന് ഞാൻ എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ആളാണ്. എല്ലാ മാസവും മുടങ്ങാതെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണ്. മണ്ഡലകാലത്ത് മാത്രം കെട്ടുനിറച്ച് പെരുമ്പാവൂരിൽ നിന്നും പദയാത്രയായി ശബരിമലയ്ക്ക് പോകുന്ന വ്യക്തിയാണ് ഞാൻ. ഈ സ്ഥിരമായിട്ട് പോകുന്നത് കൊണ്ട് പമ്പയിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിന് എനിക്കും ക്ഷണം കിട്ടിയിട്ടുണ്ട്. അവര് ഓൺലൈനിൽ എനിക്കുള്ള ഇത് തന്നിട്ടുണ്ട്. അവർ ഒരുപക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ഈ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ എനിക്കും ആ റിക്വസ്റ്റ് അയച്ചതും ഞാൻ അതിൻ്റെ അകത്ത് എന്നോട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞതും അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഈ മാസം ശബരിമലയ്ക്ക് പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാ മാസവും മുടങ്ങാതെ പോകുന്ന ഒരാളാണ്. ഈ മാസം എന്തായാലും മലയാത്ര, കാരണം പോകേണ്ട ദിവസങ്ങളിൽ അവിടെ 10,000 പേരായിട്ട് ചുരുക്കിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ കാര്യങ്ങൾ. പിന്നെ ശബരിമല സംരക്ഷണ സംഗമം 22-ാം തീയതി നടക്കുന്നു. അന്നത്തെ കാര്യം കേരളത്തിലെ അയ്യപ്പ ധർമ്മ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും അവിടെ പങ്കെടുക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.
യെസ്, വളരെ നന്ദി ശ്രീ രാജേഷ്, ഈ ഘട്ടത്തിൽ ജനം ടി വിക്കൊപ്പം പ്രതികരിച്ചതിന്.